ഹായ് ഹലോ വെൽക്കം ടു ഡവി ഡിലൈറ്റ്. ഇന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. നമ്മളുടെ ഷോർട്സിൽ ഒരു പൈനാപ്പിൾ കട്ട് പീസ് ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ റെസിപ്പി ചോദിച്ചു കേട്ടോ. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണണം, മാക്സിമം ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ 3 kg വെയിറ്റ് വരുന്ന ഒരു പൈനാപ്പിൾ സ്പഞ്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 15 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 1 kg മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു 15 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് മെഷർമെൻറ്റ് കാര്യങ്ങൾ എല്ലാം ഞാൻ ഇപ്പോൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയെല്ലാം പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വാനില എസൻസും കൂടെ ഒന്ന് ഒഴിക്കും കേട്ടോ. ഞാൻ അതിൻ്റെ ആ ഒരു കപ്പിന് 3 എണ്ണമാണ് കേട്ടോ ഒഴിക്കുന്നത്. 3 കിലോ ആകുമ്പോൾ 3 എണ്ണമാണ് ആ വാനില എസൻസിൻ്റെ ആ ഒരു അടപ്പിന് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അത് കുറച്ചായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. നിങ്ങൾക്ക് പൊടിക്കാതെ വേണമെങ്കിൽ ഇടാം, പക്ഷേ പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് ഇതുമായിട്ട് അങ്ങ് സിങ്ക് ആവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഒന്ന് പൊടിച്ച പഞ്ചസാര എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് എസൻസുകൾ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ മിൽക്ക് എസൻസ്, പൈനാപ്പിൾ എസൻസ്, വാനില എസൻസ് ഇത്രയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വാനില എസൻസ് യൂസ് ചെയ്തു. അതിനുശേഷം താണ്ട് മിൽക്ക് എസൻസ് ആണ് കേട്ടോ ഒഴിക്കുന്നത്. അത് 1 ടീസ്പൂണാണ് ഒഴിച്ചേക്കുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മൾ പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിക്കുന്നത്. പൈനാപ്പിൾ എസൻസും ഇതേപോലെ 1 ടീസ്പൂണാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം. പിന്നെ ഒരുപാട് അങ്ങ് സ്മെല്ല് വേണ്ടാലോ നമുക്ക്. അത് ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ല് മതി പൈനാപ്പിളിന്. നമ്മളുടെ ഈ ഒരു പൈനാപ്പിൾ കേക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. അതല്ലാതെ നമ്മളുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ, ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ട് നമ്മളുടെ സ്പഞ്ച് വേണമെന്ന് പറയുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ച് അത് ക്രഷ് ചെയ്ത് ഒരു പൾപ്പി ആക്കിയിട്ട് ഇതിനകത്ത് ചേർക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ രണ്ടിൻ്റെയും 2 റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ബേസ് ആയിട്ടുള്ള പൈനാപ്പിൾ കേക്കിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഒരു വൈറ്റ് ഒരു ടെക്സ്ചർ ആകും, ഒരു ക്രീമി വൈറ്റ് ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഈ ബീറ്റിംഗ് നിർത്താം. ഓവർ ബീറ്റ് ആവരുത് കേട്ടോ. അതിനുശേഷം ഒരു 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ, ജെൽ കളറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ, ഈ യെല്ലോ ഷെയ്ഡ് വരണ്ടേ. അപ്പോൾ നമ്മൾ പൾപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ യെല്ലോ ഷെയ്ഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. പൾപ്പിനകത്ത് യെല്ലോ ഉണ്ടായിട്ട് തന്നെ നമ്മുടെ കേക്കും യെല്ലോ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 കപ്പ് മൈദയാണ്. അപ്പോൾ അത് കുറച്ചായിട്ട് ഇതേപോലെ അങ്ങോട്ട് അരിച്ച് ഫോൾഡ് ചെയ്തെടുക്കണം. പിന്നെ ബീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇതേപോലെ ഫോൾഡ് ചെയ്ത് എടുക്കണം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ നമ്മളുടെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ കമ്പൈൻഡ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ കാച്ചിയ പാലാണ്, ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 1.5 കപ്പോളം വരും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഫോൾഡ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള ആ ഒരു ബാറ്റർ നല്ല ലൂസായി തുടങ്ങും കേട്ടോ പാൽ ഒഴിക്കുമ്പോഴത്തേക്കും. അതിനുശേഷം നമ്മളിതായ ഒരു റെക്റ്റാങ്കിൾ ടിന്നാണ് എടുത്തേക്കുന്നത്. ബട്ടറൊക്കെ തേച്ചിട്ട് ബട്ടർ പേപ്പറും ഒക്കെ ഇട്ട ഒരു ടിന്നാണ് കേട്ടോ. ഈ റെക്റ്റാങ്കിൾ ടിന്നിന്റെ സൈസ് എന്ന് പറയുന്നത് 16 x 12 ഇഞ്ചാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചോദിക്കും ഞാൻ ഈ ബൗളിലാണോ ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ല കേട്ടോ, നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ബീറ്റർ ആണ് ഉള്ളത്. ഇത് ചെറിയ സ്റ്റാൻഡ് ബീറ്റർ ആണ് കേട്ടോ. 3 കിലോ ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ 7 ലിറ്ററിന്റെ സ്റ്റാൻഡ് ബീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെത് മോളിനെക്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡ് ബീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് കണക്ക് നമുക്ക് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ റെക്റ്റാങ്കിൾ ടിന്നിലേക്ക് ഒന്ന് മാറ്റുവാണ്. റെക്റ്റാങ്കിൾ ടിൻ ഇല്ലാത്തവർ 3 കിലോയുടെയും 2 കിലോയുടെയും സ്ക്വയർ ടിൻ ഉണ്ടല്ലോ, അതിൽ ചെയ്യുമ്പം ഈ ഒരു ബാറ്റർ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് കട്ട് പീസ് ആക്കാനല്ലേ. അപ്പോൾ ഏത് ടിന്നിൽ ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഒറ്റ ബീറ്റിങ്ങിലും ഒറ്റ ട്രിപ്പിലും എനിക്ക് ബേക്ക് ചെയ്ത് ഇറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെക്റ്റാങ്കിൾ ടിൻ ചൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ മൈദക്ക് ഇട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റിംഗ് ടൈം ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആണ് നമ്മളിതാ ഈ ഒരു ട്രേ അതിനകത്തോട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 30 to 35 മിനിറ്റ്സ് ആണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓവൻ ആണ് കേട്ടോ. ചിലർക്ക് ഒരു 5 മിനിറ്റോ ഒക്കെ കൂടുതൽ എടുക്കാം. എന്നാലും ഒരു 30 മിനിറ്റ്സ് 35 മിനിറ്റ്സ് ആണ് നമ്മളുടെ ഈ ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ ബാറ്റർ കൂടുന്നതനുസരിച്ച് നമ്മളുടെ ബേക്കിംഗ് ടൈമും കൂടും കേട്ടോ. അങ്ങനെ കറക്റ്റ് ആ ഒരു 35 മിനിറ്റ്സോളം ഒക്കെ ആയി. ഒരു 33 മിനിറ്റ്സിൽ എനിക്കിത് റെഡിയായി കിട്ടി കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഡീമോൾഡ് ചെയ്യുവാണേ.
അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ എത്രമാത്രം സോഫ്റ്റാണ് നമ്മളുടെ ആ ഒരു സ്പഞ്ചെന്ന്. അപ്പം ബേക്കറിയിൽ നിന്ന് നമ്മളൊരു കേക്ക് മേടിക്കുന്നതും ഇത് കഴിക്കുന്നതും തമ്മിൽ നല്ല എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് തോന്നും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നോർമലി ഒരു പൈനാപ്പിൾ കേക്ക് ഉണ്ടല്ലോ, ക്രീം കേക്ക്, അതിൻ്റെ മെഷർമെൻറ്റ് വേറെയാണ് കേട്ടോ. അതിൻ്റെ മെഷർമെൻറ്റും അതേപോലെ ഈ എസെൻസോ കാര്യങ്ങളോ ഒന്നും അതിന് വേണ്ട. അതിന് നമ്മളല്ലാതെ ക്രഷും കാര്യങ്ങളും അല്ലാതെ ഫ്രഷ് പൈനാപ്പിളും ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ ക്രീം കേക്ക്, അതായത് പൈനാപ്പിളിൻ്റെ നമ്മളുടെ ഫ്രഷ് ക്രീം കേക്ക്സ് ഉണ്ടല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്രയും എസെൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൽ നമുക്ക് എസെൻസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഫ്രഷ് പൈനാപ്പിളിൻ്റെ പൾപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് യമ്മിയാണ് കേട്ടോ. ഞാനൊരു പീസ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. കണ്ട അത്രമാത്രം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം കുട്ടികൾക്കും അതേപോലെ വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അത്ര നല്ല സോഫ്റ്റാണ് നമ്മളുടെ ഈ ഒരു കേക്ക്. ഈ ചൂടാറിയതിന് ശേഷം നമ്മളിത് ഇതേപോലെ പാക്ക് ചെയ്താൽ കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ചൂടോടെ പാക്ക് ചെയ്താൽ കൊടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ അല്ലെങ്കിൽ ഇതിനെയും കാട്ടി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ റെസിപ്പീസ് വേണമെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.